നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ അരങ്ങേറിയത് 4 അനീതികൾ. കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുലിന്റെ റെഡ് സിഗ്നൽ. ഐക്യത്തിന്റെ കൈകോർക്കലാകുമെന്ന് കരുതിയ കൊച്ചിയിലെ കോൺഗ്രസ് മഹാപഞ്ചായത്ത് വേദി സാക്ഷ്യം വഹിച്ചത് കേരളത്തിലെ 4 കരുത്തരായ നേതാക്കൾക്കെതിരെ നടന്ന ആസൂത്രിതമായ അനീതികൾക്കാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, KPCC മുൻ പ്രസിഡന്റ് കെ. സുധാകരൻ, KPCC മുൻ പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, ശശി തരൂർ എന്നിവരെ ഒരേപോലെ നിഷ്പ്രഭരാക്കി KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ അമരക്കാരനായി വാഴിക്കുവാനുള്ള ഹൈക്കമാൻഡിൻ്റെ നീക്കമാണ് കൊച്ചിയിൽ അരങ്ങേറിയത്. ഇതിൽ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ തന്നെ ധാർമ്മിക രോഷത്തിലാണ്. വി.ഡി. സതീശനെ VD എന്നും രമേശ് ചെന്നിത്തലയെ RC എന്നും കെ. സുധാകരനെ KS എന്നുമെല്ലാമാണ് അണികൾ വിളിക്കുന്നത്. ശശി തരൂരിനെ ST എന്നുമാണ് അണികൾ വിളിക്കുന്നത്. ഇതിൽ ശശി തരൂർ കടുത്ത നിലപാടെടുക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു. എല്ലാവരും ഒരുമിക്കേണ്ട സമയത്ത് രാഹുൽ ഗാന്ധിയുടെ നടപടികൾ പക്വത ഇല്ലായ്മയായിരുന്നുവെന്ന് തരൂർ ക്യാമ്പ് വിലയിരുത്തുന്നു. മഹാപഞ്ചായത്ത് വേദിയിലേക്കുള്ള യാത്രയ്ക്കായി രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ കയറാനെത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ലഭിച്ചത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു. വാഹനത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഒരുങ്ങിയ സതീശനോട് മറ്റൊരു വാഹനത്തിൽ വരുവാനായി നിർദ്ദേശിക്കുകയായിരുന്നു. പാർലമെന്ററി പാർട്ടി നേതാവിനെ പരസ്യമായി തഴഞ്ഞത് സതീശൻ ക്യാമ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. സുധാകരനെ കസേരയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. സംഘടനാ ശാക്തീകരണത്തിന്റെ കരുത്തനായ കെ. സുധാകരനെ വേദിയിൽ വെച്ച് രാഹുൽ നേരിട്ടാണ് കസേരയിൽ നിന്നും എഴുന്നേൽപ്പിച്ചത് എന്നത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. KPCC മുൻ അധ്യക്ഷനോട് കാണിച്ച ഈ മര്യാദകേട് സുധാകരൻ അനുകൂലികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തന്റെ വിശ്വസ്തർക്ക് മാത്രം വേദിയിൽ പ്രാധാന്യം നൽകുക എന്ന രാഹുലിന്റെ ലൈൻ ഇതിലൂടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ജനപ്രീതിയിൽ ഒന്നാമനായ ശശി തരൂരിനെ പൂർണ്ണമായും അവഗണിക്കുക എന്നതായിരുന്നു മൂന്നാമത്തെ തന്ത്രം. രാഹുൽ എത്തുന്നതിന് മുന്നേ തന്നെ തരൂരിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചു തീർത്തു. തന്റെ സാന്നിധ്യത്തിൽ തരൂർ പ്രസംഗിക്കേണ്ടതില്ല എന്ന് രാഹുലിന്റെ താല്പര്യം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം പ്രസംഗത്തിൽ മിക്കവാറും എല്ലാ നേതാക്കളുടെയും പേരെടുത്തു പറഞ്ഞ രാഹുൽ തരൂരിന്റെ പേര് മിണ്ടിയത് പോലുമില്ലായിരുന്നു. മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കുവാൻ വിളിച്ചതാവട്ടെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ്. UDF കൺവീനർ അടൂർ പ്രകാശിനും ശേഷമാണ് ചെന്നിത്തലയ്ക്ക് മൈക്ക് കൈമാറിയിരിക്കുന്നത്. ചെന്നിത്തലയുടെ സീനിയോറിറ്റി പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഈ നടപടി 4ാമത്തെ അനീതിയായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. 4 പ്രമുഖരെയും ഒതുക്കിയതിലൂടെ കേരളത്തിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ പോലും ഇവർ ആരും മുഖ്യമന്ത്രിയാകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് രാഹുൽ നൽകിയിരിക്കുന്നത്. KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കുവാനുള്ള ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു ഈ മഹാപഞ്ചായത്ത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹൈക്കമാൻഡിന്റെ ഈ ഏകപക്ഷീയമായ നീക്കത്തിൽ മുതിർന്ന നേതാക്കളും വിവിധ ഗ്രൂപ്പുകളും കടുത്ത അതൃപ്തിയിലാണ്. വരും ദിവസങ്ങളിൽ KPCCയിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ പ്രകടമാകുമെന്നത് തീർച്ചയാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.